Hello, my dear student. Welcome back to Learn and Grow. Today we are going to discuss 5th standard science, chapter 2, away from diseases. What do you mean by away from diseases? പകർച്ചവ്യാധികൾ പടരാതിരിക്കാൻ അല്ലേ, അല്ലെങ്കിൽ വ്യാധികൾ പടരാതിരിക്കാൻ. അപ്പോൾ ഇവിടെ ആദ്യം ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അവിടെ ഇറ്റ് ഈസ് എ വൈറൽ ഫീവർ, എനി വൺ എൽസ് അറ്റ് ഹോം കോട്ട് എ ഫീവർ. ഓക്കെ, അപ്പോൾ ഒരു അസുഖമായിട്ട് ഡോക്ടറുടെ അടുത്ത് പോവുകയാണ് അല്ലേ. അപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ്, ഇറ്റ് ഈസ് എ വൈറൽ ഫീവർ, ഇതൊരു വൈറൽ ഫീവറാണ്, അപ്പോൾ വീട്ടിൽ മറ്റുള്ള ആർക്കെങ്കിലും പനി ബാധിച്ചിട്ടുണ്ടോ എന്ന്. അപ്പോൾ അവരുടെ അമ്മ പറയാണ്, യെസ് ഹിസ് സിസ്റ്റർ ആൻഡ് ഐ വെയർ അഫക്റ്റഡ്. എനിക്കും സിസ്റ്ററിനും ഉണ്ടായിട്ടുണ്ട്. ഡിഡ് യു റീഡ് ദ കോൺവെർസേഷൻ? What could be the reason for fever? What should be done to prevent the spreading of diseases to the others? Write the name of diseases you know in the science diary. All they are communicable. Okay, അപ്പോൾ ഇവരുടെ ഈ ഒരു കൺവേഴ്സേഷൻ, സംഭാഷണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ എന്തായിരിക്കാം ഇവരുടെ ഫീവറിൻ്റെ റീസൺ അല്ലേ? വൈറൽ ഫീവർ ആണെന്ന് പറഞ്ഞു അല്ലേ. ഇതൊരു പകർച്ചവ്യാധിയാണ് അല്ലേ. ദറ്റ് മീൻസ് ഇറ്റ്സ് എ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ഓക്കെ, സ്പ്രെഡബിൾ ഡിസീസാണ് എന്ന് വെച്ചാൽ വീട്ടിൽ ഒരാൾക്ക് ഉണ്ടായാൽ മറ്റൊരാൾക്കും കൂടി ഒന്ന് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വാട്ട് ഷുഡ് ബി ഡൺ ടു പ്രിവെൻറ്റ് ദ സ്പ്രെഡിങ് ഓഫ് ദ ഡിസീസസ് ടു അതർ. അപ്പോൾ മറ്റുള്ളവർക്ക് ഈ രോഗം പകരാതിരിക്കാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? റൈറ്റ് ദ നെയിം ഓഫ് ദ ഡിസീസസ് യു നോ ഇൻ ദ സയൻസ് ഡയറി. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഡിസീസസ് ഒക്കെ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറയുന്നത്. ആർ ദേ ഓൾ കമ്മ്യൂണിക്കബിൾ? അപ്പോൾ അതൊക്കെ കമ്മ്യൂണിക്കബിൾ ആണോ? കമ്മ്യൂണിക്കബിൾ മീൻസ് സ്പ്രെഡബിൾ ഡിസീസ്. ഓക്കെ, ദ ഡിസീസ് ദറ്റ് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയും. ഓക്കെ, അപ്പം നോൺ കമ്മ്യൂണിക്കബിൾ എന്ന് വെച്ചാൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാത്ത രോഗങ്ങൾ അല്ലേ. ദ ഡിസീസ് ദറ്റ് ഡു നോട്ട് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. അപ്പോൾ നോക്കാം, ഇവിടെ 2 ടേബിൾ കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ആഡിങ് മോർ ഡിസീസസ്. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഡെങ്കി ഫീവർ, ജോണ്ടിസ്, മഞ്ഞപ്പിത്തം അല്ലേ. പിന്നെ എന്തൊക്കെ നമ്മൾക്ക് ഇവിടെ ആഡ് ചെയ്യാം? സ്പ്രെഡബിൾ ആയിട്ടുള്ള ഡിസീസസ്, കൊളറ അല്ലേ, ടൈഫോയിഡ് ആഡ് ചെയ്യാം. ഇനി നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ക്യാൻസർ, ഡയബറ്റീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതൊന്നും ആർക്കും പകരില്ല അല്ലേ. ഒരാൾക്ക് ഇപ്പോൾ ഡയബറ്റീസ് എന്ന് വെച്ചാൽ ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ അത് മറ്റൊരാൾക്കൊന്നും പകരാറില്ല അല്ലേ. പിന്നെ വേറെ എന്തൊക്കെയാണ്? അനീമിയ, ഹാർട്ട് ഡിസീസസ്, ഇതൊന്നും ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് പകരില്ല. ദറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. അപ്പോൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസിനെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്നും മറ്റ് സ്പ്രെഡ് ചെയ്യാത്തതിനെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നു. അപ്പോൾ ഈ പകരുന്ന രോഗങ്ങൾ എങ്ങനെയാണ് അത് പകരുന്നത്? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് എങ്ങനെയാണ്? ഇൻഫെക്റ്റഡ് ഫുഡിൽ നിന്നും, അല്ലെങ്കിൽ വാട്ടർ, ത്രൂ എയർ അല്ലേ, അല്ലെങ്കിൽ ത്രൂ ഇൻസെക്ട് ബൈറ്റ് അല്ലേ. നമുക്ക് അറിയാം ഈ മലേറിയ അതൊക്കെ ഉണ്ടാകുന്നത് കൊതുക് കടിയിലൂടെയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ത്രൂ ഇൻസെക്ട്. അപ്പോൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ ദോസ് വിച്ച് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ പാൻഡമിക് എന്താണ്? പാൻഡമിക് ഈ വാക്ക് നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ട് അല്ലേ. ഓർമ്മയുണ്ടോ മൈ ഡിയർ സ്റ്റുഡൻറ്റ്? ഇറ്റ്സ് COVID-19. നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ പാൻഡമിക് ആയിട്ട് വന്നത് COVID-19 അല്ലേ, കൊറോണ വൈറസ് ആയിരുന്നു. അപ്പോൾ അതൊരു പാൻഡമിക് സിറ്റുവേഷൻ ആയിട്ടാണ് പറഞ്ഞത് അല്ലേ. എന്തുകൊണ്ടാണ് ഇത് പാൻഡമിക് ആണെന്ന് പറഞ്ഞത്? വെൻ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സ്പ്രെഡ് ടു അതർ കൺട്രീസ് ഓർ കോണ്ടിനെൻറ്റ് and affect a large number of people, it is called a പാൻഡമിക്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു കൊറോണ എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ് അല്ലേ. ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് പകരുന്ന രോഗമാണ്, നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇതിനെ പാൻഡമിക് എന്ന് വിളിക്കാൻ കാരണം ഇത് ഒരു കൺട്രീസിൽ നിന്ന് മറ്റൊരു കൺട്രീസിലേക്ക്, അല്ലെങ്കിൽ മറ്റൊരു കോണ്ടിനെൻറ്റിലേക്ക്, അല്ലെങ്കിൽ ലാർജ് നമ്പർ ഓഫ് പീപ്പിളിനെ ഇത് അഫക്റ്റ് ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ പാൻഡമിക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്മോൾ പോക്സ്, ട്യൂബർക്കുലോസിസ്, പ്ലേഗ്, COVID-19 എക്സെട്ര ആർ സം ഓഫ് ദ പാൻഡമിക് ദാറ്റ് ആർ വി ഹാവ് സർവൈവ്ഡ്. അപ്പോൾ നമ്മൾ അതിജീവിച്ച കുറച്ച് പാൻഡമിക് ആയിട്ടുള്ള വൈറസസ് ആണ് ഇവിടെ കൊടുത്തത്. ഇതൊക്കെയാണ് സ്മോൾ പോക്സ്, ട്യൂബർക്കുലോസിസ്, പ്ലേഗ്, COVID-19. ഓക്കെ, സ്മോൾ പോക്സ് പണ്ട് കാലത്ത് ഈ സ്മോൾ പോക്സ് ഒക്കെ വന്നാൽ ഇതൊരു പകർച്ചവ്യാധിയാണ് അല്ലേ, നമ്മൾ പറഞ്ഞു സ്പ്രെഡബിൾ ഡിസീസാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നാൽ അതിനെതിരെ യാതൊരു മരുന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വന്ന ആളെ വേറെ തന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പാർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ അവിടെ അവർ മരിച്ചു പോകാൻ അങ്ങനെയൊക്കെയുള്ള ചാൻസ് ഉണ്ടായിരുന്നു. ഓക്കെ,
Aren't we more likely to get affected when we come in contact with someone who is sick? What cause communicable diseases? Can we see them? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒരു അഫക്റ്റഡ് പേഴ്സണിൽ നിന്ന് നമുക്ക് ഈ അസുഖം ബാധിക്കുന്നത്? പാത്തോജൻസ്, ഓക്കെ, എന്ന് വെച്ചാൽ രോഗകാരികൾ. ഓക്കെ, ബാക്ടീരിയ, വൈറസസ് ഒക്കെയാണ് അല്ലേ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇങ്ങനെ ഡിസീസസ് സ്പ്രെഡ് ചെയ്യാൻ കാരണമാകുന്നത്. അപ്പോൾ നോക്കാം. മോസ്റ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ കോസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസം ലൈക്ക് ബാക്ടീരിയ, വൈറസസ് ആൻഡ് ഫംജി ദാറ്റ് കനോട്ട് ബി സീൻ വിത്ത് നാക്ഡ് ഐസ്. ദേ ആർ കോൾഡ് പാത്തോജൻസ് ബിക്കോസ് ദേ കോസ് ഡിസീസസ്. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന് കാരണമാവുന്നത് മൈക്രോ ഓർഗാനിസമായ, മൈക്രോ എന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്തവയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് അത് അണ്ടർ ദ മൈക്രോസ്കോപ്പിലോ കാണാൻ സാധിക്കുന്നവയാണ്. അപ്പോൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മാത്രം കാണാൻ സാധിക്കുന്നതായ മൈക്രോ ഓർഗാനിസമായ ബാക്ടീരിയ, വൈറസ്, ഫംഗൈ ഇതൊക്കെയാണ് ഈ ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസസിന് കാരണമാകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് പാത്തോജൻസ് എന്ന്, ബിക്കോസ് ദേ കോസ് ഡിസീസസ്. അപ്പോൾ അവിടെ 2 പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്താ? മൈക്രോസ്കോപ്പിക് വ്യൂ ഓഫ് ബാക്ടീരിയ അല്ലേ, വൈറസിൻ്റെയും ബാക്ടീരിയ മൈക്രോസ്കോപ്പിക് വ്യൂ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കാം. ലിവിങ് വിത്ത് ദ മൈക്രോ ഓർഗാനിസം. Not all microorganisms are pathogens. There are many beneficial bacteria in our body. They help in the digestion, absorption of our body. Okay, അപ്പോൾ നമ്മൾ മൈക്രോ ഓർഗാനിസത്തെ കുറിച്ച് പറഞ്ഞല്ലേ, സൂക്ഷ്മജീവികൾ. അപ്പോൾ ഇവ എല്ലാ മൈക്രോ ഓർഗാനിസവും എന്ത് പാത്തജൻ അല്ല, രോഗകാരികളല്ല. ഓക്കെ, അപ്പോൾ കുറച്ച് ബാക്ടീരിയാസൊക്കെ എന്താണ് ബെനിഫിഷ്യൽ ബാക്ടീരിയ ഇൻ അവർ ബോഡി, നമ്മൾക്ക് ഉപകാരികളായ ബാക്ടീരിയാസ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ ധാരാളം. ഓക്കെ, നമ്മൾ തൊലിപ്പുറത്തൊക്കെ സ്കിന്നിൻ്റെ ഒക്കെ അവിടെയൊക്കെ ബാക്ടീരിയാസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ആഹാരം, നമ്മൾ ഫുഡൊക്കെ കഴിക്കില്ലേ, അപ്പോൾ അത് നന്നായിട്ട് ഡൈജഷൻ ചെയ്യാനും ആ ഫുഡ് നമ്മുടെ ശരീരത്തിന് അബ്സോർപ്ഷൻ ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ബാക്ടീരിയാസൊക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ നമ്മൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയാസാണ്. പിന്നെ അത് മാത്രമല്ല ചില മൈക്രോ ഓർഗാനിസം നമ്മൾക്ക് യൂസ്ഫുൾ ആവുന്ന സന്ദർഭമുണ്ട്. ഏതാണെന്ന് വെച്ചാൽ ദോശ ബാറ്റർ ഈസ് ഫെർമെൻറ്റഡ് ബൈ സർട്ടൻ ബാക്ടീരിയ. നമ്മൾ ദോശമാവ് പുളിപ്പിക്കുന്നില്ലേ, അത് എന്താണ്, ചിലയിനം ബാക്ടീരിയകളാണ് അതിനെ സഹായിക്കുന്നത്. ഓക്കെ, ബാക്ടീരിയാസ് ആൻഡ് ഫംജി ബ്രേക്ക് ഡൗൺ ഓർഗാനിക് മാറ്റർ ആൻഡ് ആഡ് ഇറ്റ് ടു ദ സോയിൽ. ഈ ബാക്ടീരിയകൾ അല്ലെങ്കിൽ ഫംഗസുകളൊക്കെയാണ് എന്താണ് ജൈവ അവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത്. ഓക്കെ, മണ്ണിലുള്ള അവശിഷ്ടങ്ങളൊക്കെ അത് വിഘടിപ്പിച്ചിട്ട് മണ്ണിൽ അലയിപ്പിക്കുന്നതൊക്കെ ഇവരെയാണ്. Find more instance where microorganisms are beneficial and write them in your science diary. അപ്പോൾ ഈ സൂക്ഷ്മജീവികൾ ഇങ്ങനെ ഉപകാരികളാവുന്ന കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തി നമ്മളെ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദ വേൾഡ് ഓഫ് ഫംഗൈ. വി ആർ ഫെമിലിയർ വിത്ത് ബ്രെഡ് മോൾഡ് ആൻഡ് ബ്ലാക്ക് മോൾഡ് ഫൗണ്ട് ഓൺ ദ ക്ലോത്ത്. ദേ ആർ ഓൾ ഫംഗൈ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് മോൾഡ് അല്ലെങ്കിൽ ബ്ലാക്ക് മോൾഡ് ഫൗണ്ട് ഒന്ന് നമ്മൾ ഡ്രസ്സുകളിലൊക്കെ ഇങ്ങനെ കറുത്ത കരിമ്പന എന്ന് പറയില്ലേ, അപ്പോൾ അതൊക്കെ എന്താണ്, അതൊക്കെ ഫംഗസ് ആണ്. ഓക്കെ, നമ്മൾ ഡ്രസ്സ് ഇങ്ങനെ വൈറ്റ് ഡ്രസ്സിലൊക്കെ ഇങ്ങനെ ബ്ലാക്ക് ഡോട്ട്സ് വരാറില്ലേ, അതൊക്കെ എന്താണ്, ഫംഗസ് ആണ്. ഓക്കെ, അപ്പോൾ കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ് ആൻഡ് ഹിസ്റ്റോപ്ലാസ്മ ആർ സം ഓഫ് ദ ഫംഗൈ ദാറ്റ് കോസ് ഡിസീസസ് ടു ഹ്യൂമൻ. അപ്പോൾ ഈ ഒരു നമ്മുടെ മനുഷ്യനിൽ അസുഖങ്ങളുണ്ടാക്കുന്ന ഫംഗസ് എന്ന് വെച്ചാൽ ഇതൊക്കെയാണ്: കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ് ആൻഡ് ഹിസ്റ്റോപ്ലാസ്മ. ദ വേൾഡ് ഓഫ് ഫംഗൈ ഇൻക്ലൂഡ്സ് എവറിത്തിങ് ഫ്രം എഡിബിൾ മഷ്റൂം ടു ദോസ് ദാറ്റ് കനോട്ട് ബി സീൻ വിത്ത് നാക്ഡ് ഐസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നാം ഭക്ഷണമാക്കുന്ന കൂണെന്ന് വെച്ചാൽ മഷ്റൂം അറിയാലോ അല്ലേ, ആ മഷ്റൂം മുതൽ നമ്മൾക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത ഒരുപാട് ഫംഗസുകളുണ്ട് നമ്മുടെ ലോകത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾക്കത് കഴിക്കാൻ പറ്റുന്ന ഫംഗസായ മഷ്റൂം ഈസ് എ ഫംഗൈ. ഓക്കെ, അത് മുതൽ കഴിക്കാൻ പറ്റാത്ത ചെറിയ നാക്ഡ് നമ്മൾക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത ഒരുപാട് ഫംഗസുകളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഡ്രസ്സിലുണ്ടാവുന്ന കരിമ്പന എന്ന് പറയില്ല, ബ്ലാക്ക് ഡോട്ട്സ് അല്ലേ, വൈറ്റ് ഡ്രസ്സിലൊക്കെ ഉണ്ടാവും. പിന്നെന്താണ്, ബ്രെഡ് മോൾഡ്. ഇപ്പോൾ ബ്രെഡ് കുറച്ചിങ്ങനെ പഴകിയാൽ അതിൻ്റെ മുകളിൽ ഒരു പൂപ്പൽ പോലെ കാണാൻ സാധിക്കും അല്ലേ, അതും ഫംഗസാണ്, ഒരു ഗ്രീനിഷ് കളറിലായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഹൗ ഡിസീസ് സ്പ്രെഡ്, എങ്ങനെയാണ് രോഗങ്ങൾ പകരുന്നത്. ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ സിറ്റുവേഷൻ ഇൻ വിച്ച് ഡിസീസസ് സ്പ്രെഡ്. താഴെ കൊടുത്തിരുന്ന ചിത്രങ്ങൾ നോക്കിയിട്ട് ഇതൊക്കെ പകരുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാനാണ് അല്ല. അപ്പോൾ ഇവിടെ എന്താണ് ഉള്ളത്, ഫുഡൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ഓപ്പണായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഈച്ചകളൊക്കെ വന്നിട്ട് ഇരിക്കുകയാണ് അല്ലേ, അങ്ങനെയുള്ളൊരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ്, ഫുഡ് ഒരിക്കലും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഓപ്പൺ ആയിട്ടൊന്നും
നമ്മൾക്ക് വെക്കാൻ പാടില്ല അല്ലേ, അത് നമുക്കറിയാം. നമ്മളെപ്പോഴും എന്ത് ഫുഡ് വെക്കുമ്പോഴും ക്ലോസ്ഡ് ആയിട്ടേ അത് വെക്കാൻ പാടുള്ളൂ അല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇൻസെക്ട്സ് ഒക്കെ അതിൽ പോയിരുന്ന് രോഗങ്ങൾ പരത്താനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ ഈ ഇൻസെക്റ്റ് എന്ന് വെച്ചാൽ എല്ലായിടത്തും പോയിട്ട് ഇരിക്കുന്ന ഇതാണ് അല്ലേ. അപ്പോൾ ഏതെങ്കിലും അഴുക്കുള്ള പ്രദേശത്ത് അത് പോയിട്ടിരുന്നാൽ വീണ്ടും ഈ ഫുഡിലൊക്കെ വന്നിരിക്കുമ്പോൾ നമ്മളത് വീണ്ടും കഴിച്ചാൽ നമ്മൾക്ക് രോഗങ്ങൾ പകരാനുള്ള ചാൻസ് ഉണ്ട്. ഡു വി കവർ അവർ നോസ് ആൻഡ് മൗത്ത് വിത്ത് ഹാൻഡ് കർച്ചീഫ് വെൻ വി കഫ് ഫോർ സ്നീസ്. നമ്മൾ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും മൂക്കും വായും ഒക്കെ തുവാല കൊണ്ട് മറയ്ക്കുന്നത് എന്തിനാണ്? അപ്പോൾ ഈ കുട്ടി സ്നീസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അവിടെ ഒരു ഡ്രോപ്ലെറ്റ്സ് തുപ്പൽ ഇങ്ങനെ തെറിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ആ കുട്ടിക്ക് അസുഖം ഉണ്ടാക്കിയ ബാക്ടീരിയാസ് അല്ലെങ്കിൽ വൈറസ് സൂക്ഷ്മജീവികൾ ഇങ്ങനെ അതിൽ ആ ഡ്രോപ്ലെറ്റ്സിൽ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ അടുത്തിരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ സറൗണ്ടിങ്സിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്താണ് വായും മൂക്കും തുവാല കൊണ്ട് മറയ്ക്കണമെന്ന് പറയുന്നത്. ഓക്കെ, നമ്മളെ സറൗണ്ടിങ്സിലേക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ വൈ ഡു വി കീപ് ഫുഡ് ഐറ്റം കവർ ചെയ്യുന്നത് എന്തിനാണ്? ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. ഇപ്പോൾ എന്താണ് സൂക്ഷ്മജീവികൾ അല്ലെങ്കിൽ ഇങ്ങനെ ഈച്ച ഇതുപോലുള്ള ഹൗസ് ഫ്ലൈസ് ഒക്കെ വേറെയുള്ള സ്ഥലത്തൊക്കെ പോയിട്ടിരുന്നിട്ടാണ് നമ്മളെ ഫുഡിൽ വന്നിരിക്കുക അല്ലേ. അപ്പോൾ അതൊക്കെ ഇങ്ങനെയുള്ള സൂക്ഷ്മജീവികൾ വന്നിട്ട് ഇരിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അസുഖം സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇത് കവർ ചെയ്യുന്നത്. വാട്ട് വേസ് ഡു ഡിസീസസ് കോസിങ് മൈക്രോ ഓർഗാനിസം ഹെൻഡർ ദ ഹ്യൂമൻ ബോഡി? ഡിസ്കസ് ആൻഡ് കംപ്ലീറ്റ് ദ ഐഡിയ ചാർട്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ രോഗകാരികളായ സൂക്ഷ്മജീവികൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത് ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ്? അപ്പോൾ നിങ്ങൾക്ക് ചർച്ച ചെയ്ത് ഈ ഒരു ചാർട്ട് പൂർത്തിയാക്കാനാണ് പറയുന്നത്. ഹൗ മൈക്രോ ഓർഗാനിസം എൻ്റർ ദ ബോഡി ആൻഡ് ദ ഡിസീസ് ദേ കോസ് നോട്ട് ത്രൂ വെക്ടേഴ്സ്. എന്ന് വെച്ചാൽ രോഗാണുവാഹകരിൽ നിന്നല്ലാതെ, ഓക്കെ, അപ്പോൾ അസുഖമുള്ള ഒരു വ്യക്തിയിൽ നിന്നല്ലാതെ ഏതൊക്കെ തരത്തിൽ നമുക്ക് ഡിസീസ് സ്പ്രെഡ് ആവാം എന്ന്. അപ്പോൾ ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് ത്രൂ സോയിൽ, മണ്ണിലൂടെ. ഓക്കെ, മണ്ണിലൂടെ എന്താണ് വേം ഡിസീസ്, ടെറ്റനസ്, വിരശല്യം അതൊക്കെ. പിന്നെ ത്രൂ എയർ, വായുവിലൂടെ. അപ്പോൾ ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് ട്യൂബർക്കുലോസിസ്. ഓക്കെ, അപ്പോൾ പിന്നെ ഒന്ന് എന്താണ് COVID-19 അല്ലേ. പിന്നെ ത്രൂ വാട്ടർ ആൻഡ് ഫുഡ്, വെള്ളത്തിലൂടെയൊക്കെ പകരുന്ന എന്താണ് ടൈഫോയിഡ്. പിന്നെ ജോണ്ടേസ്. ഓക്കെ, പിന്നെ ഒന്ന് കോളറ, അത് നമുക്ക് എഴുതാം. നെക്സ്റ്റ് അപ്പോൾ ത്രൂ വെക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ രോഗവാഹകരിൽ നിന്ന് ഏതൊക്കെയാണ്? മോസ്കിറ്റോ അല്ലേ, മോസ്കിറ്റോ. പിന്നെ ഹൗസ് ഫ്ലൈ. അപ്പോൾ മോസ്കിറ്റോ പടർത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഡെങ്കി ഫീവർ, മലേറിയ, ചിക്കൻ ഗുനിയ ഇതൊക്കെ അല്ലേ. ഹൗസ് ഫ്ലൈ ഇതൊക്കെയാണ് കോളറ, ടൈഫോയിഡ് ഇവയൊക്കെയാണ്. ഇനി ഹ്യൂമൻസിലൂടെ പകരുന്ന രോഗങ്ങൾ HIV, ചിക്കൻ ബോക്സ് അല്ലേ. പിന്നെ ബേഡ്സിലൂടെ ഏവിയൻ ഇൻഫ്ലുവൻസ അല്ലെ, ഫ്ലൂ അല്ലേ, ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ വെക്ടേഴ്സ് എന്താണെന്ന് എക്സാക്ട്ലി വെക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നെക്സ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം അത് എന്താണെന്ന്. ഓക്കെ, അപ്പോൾ നൗ യു നോ ദാറ്റ് ഡിസീസസ് സ്പ്രെഡ് ത്രൂ വേരിയസ് വേയ്സ്. അപ്പോൾ ഈ ഡിസീസസ് പകരുന്നത് എന്താണ് വ്യത്യസ്ത മാർഗ്ഗങ്ങളിലൂടെയാണ് നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പോൾ ഹൗ മെനി ഡിസീസ് ക്യാരിങ് ഓർഗാനിസം വെർ യു ഏബിൾ ടു ഐഡൻറ്റിഫൈ? അപ്പോൾ ഡിസീസസ് പകരുന്ന സൂക്ഷ്മജീവികൾ അഥവാ രോഗാണുവാഹകരായ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചു എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ രോഗാണുവാഹകരായ ജീവികൾ ഏതൊക്കെയാണ്? അവിടെ താഴെ കൊടുത്തിട്ടുണ്ട് വെക്ടേഴ്സ്. ഓക്കെ, വെക്ടേഴ്സ് എന്ന് വെച്ചാൽ ഈ രോഗാണുവാഹകരായ ജീവികൾ. ഓക്കെ, വെക്ടേഴ്സ് ആർ ദ ഓർഗാനിസം ദാറ്റ് ബ്രിങ് ഡിസീസ് ക്യാരിയിങ് മൈക്രോ ഓർഗാനിസം ഇൻ അവർ ബോഡി. ഓക്കെ, രോഗകാരികളായ ഈ സൂക്ഷ്മജീവികളെ നമുക്ക് ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളെയാണ് രോഗാണുവാഹകർ അല്ലെങ്കിൽ ഈ വെക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഏതൊക്കെയാണ് അതിൽ പെടുന്നത്? ഹൗസ് ഫ്ലൈ, റാറ്റ് ഫ്ലീ, മോസ്കിറ്റോ, ബാറ്റ് എക്സെട്ര ആർ സം ഓഫ് ദ വെക്ടർ ഓർഗാനിസം. ഓക്കെ, ഹൗസ് ഫ്ലൈ, ഈച്ച, എലിച്ചെള്ള്, പിന്നെ മോസ്കിറ്റോ, ബാറ്റ് ഇതിനെയൊക്കെയാണ് രോഗാണുവാഹകർ അഥവാ വെക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇപ്പോൾ കൊതുക് ഒരു അസുഖമുള്ള ഒരു വ്യക്തിയുടെ ബ്ലഡ് ബൈറ്റ് ചെയ്തിട്ട് മറ്റുള്ളവർ പോയിട്ട് ഇഞ്ചെക്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ അതിലൂടെ നമുക്ക് രോഗങ്ങൾ പകരും. അതുപോലെ ഈ ഈച്ചകൾ വൃത്തിഹീനമായ സാഹചര്യങ്ങളൊക്കെ പോയിട്ടിരുന്ന് നമ്മുടെ ഭക്ഷണത്തിലൊക്കെ വന്നിരുന്ന് അസുഖങ്ങൾ ഉണ്ടാക്കും. പിന്നെ ഈ ബാറ്റ് നമുക്കറിയാം അല്ലേ, ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിപ്പ വൈറസൊക്കെ വന്നിരുന്നു. അതെങ്ങനെയാണ് വവ്വാലിലൂടെയാണ് ആ രോഗം പകരുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. വെക്ടേഴ്സ് എന്ന് വിളിക്കും. അപ്പോൾ നെക്സ്റ്റ് നോക്കാം. വെൻ ദ സറൗണ്ടിങ്സ് ബിക്കം പൊല്യൂട്ടഡ്, നമ്മുടെ പരിസരമൊക്കെ മലിനമാകുമ്പോൾ. ഒബ്സർവ് ദ
ഇലുസ്ട്രേഷൻ. അപ്പോൾ ഇവിടെ താഴെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് നിരീക്ഷകനാണ് പറയുന്നത്. ഡു സിമിലർ കണ്ടീഷൻ എക്സിസ്റ്റ് ഇൻ യുവർ സറൗണ്ടിങ്സ്. അപ്പോൾ നിങ്ങളുടെ സറൗണ്ടിങ്സിലും ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ടോ, ഇങ്ങനെ വൃത്തിഹീനമായ സാഹചര്യങ്ങളുണ്ടോ? അവിടെ നോക്കിക്കേ, അവിടെ ഭയങ്കര വൃത്തിഹീനമായ സാഹചര്യത്തിൽ എന്തൊക്കെയാണ് അവിടെ, അല്ലേ? അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ വെക്ടേഴ്സൊക്കെ അവിടെ കാണാം, അല്ലേ? ഹൗസ് ഫ്ലൈ, മോസ്കിറ്റോസ്, റാറ്റ്, അല്ലേ? റാറ്റ്, ഡെങ്കി ഫീവറൊക്കെ പരത്തുന്നത് ഈ റാറ്റാണ്, അല്ലേ? രോഗാണുവാഹകർ പെരുകുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കാണാൻ സാധിക്കും, അല്ലേ? റൈറ്റ് ഡൗൺ ദ കണ്ടീഷൻ ഇൻ വിച്ച് വെക്ടേഴ്സ് മൾട്ടിപ്ലൈ. എങ്ങനെയാണ് ഈ രോഗാണുവാഹകർ അല്ലെങ്കിൽ വെക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഹൗസ് ഫ്ലൈ, കണ്ടീഷൻ ഇൻ വിച്ച് ദേ മൾട്ടിപ്ലൈ. മോസ്കിറ്റോസ്, പിന്നെ റാറ്റ്, ഇതൊക്കെ പെരുകുന്ന സാഹചര്യം എന്തൊക്കെയാണെന്നാണ് എഴുതാനാണ്. അപ്പോൾ മോസ്കിറ്റോസ് നമുക്കറിയാം, അല്ലേ? ഇത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെ അത് മുട്ടകളിട്ട് പെരുകുന്ന സാഹചര്യം ഉണ്ടാവും, അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ മഴക്കാലത്തിന് മുമ്പൊക്കെ ആയിട്ട് അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ നശിപ്പിക്കാറുണ്ട്. പിന്നെ അതിന് എതിരായിട്ടുള്ള സ്പ്രേ ഒക്കെ ചെയ്യാറുണ്ട്, അല്ലേ? പിന്നെ ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് കവറുകളിൽ, കുപ്പികളിൽ, ചിരട്ടകളിലൊക്കെ കെട്ടിക്കിടക്കുന്ന ജലത്തിൽ കൊതുക് മുട്ടയിട്ട് വളരുന്നത് നമുക്കറിയാം. പിന്നെ ഹൗസ് ഫ്ലൈ എങ്ങനെയാണ്? ഫ്ലൈ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഗാർബേജ് ആൻഡ് വേസ്റ്റ് ഡംസ്, അല്ലേ? നമുക്കിവിടെ കാണാം ഒരുപാട് ഇങ്ങനെ ഗാർബേജൊക്കെ കൂട്ടിയിരിക്കുന്നത്. ധാരാളമായിട്ട് ഹൗസ് ഫ്ലൈസ് വന്നിരിക്കാനും അവിടെ നിന്ന് അത് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവും, അല്ലേ? മറ്റൊന്ന് എന്താണ്? റോട്ടിംഗ് ഫുഡ്, അല്ലേ? ഇങ്ങനെ ചീഞ്ഞളിഞ്ഞ ഫുഡിലൊക്കെ വന്നിരിക്കും. പിന്നെ അതർ ഡീക്കേയിങ് മാറ്റർ, അതിലൊക്കെ ഈ ഒരു ഹൗസ് ഫ്ലൈ പെരുകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നെക്സ്റ്റ് മോസ്കിറ്റോസ് പറഞ്ഞു. റാറ്റ് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക? അർബൻ ഏരിയാസ് വിത്ത് പ്യുവർ സാനിറ്റേഷൻ. ഓക്കെ, സാനിറ്റേഷനൊന്നും ചെയ്യാത്ത സാഹചര്യമുണ്ടെങ്കിൽ അവിടെ റാറ്റൊക്കെ പെരുകാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെന്താണ്? പ്ലേസസ് ദാറ്റ് ഹാവ് അബൻഡൻറ്റ് ഫുഡ് വേസ്റ്റ്. ധാരാളമായിട്ട് ഫുഡ് വേസ്റ്റ് ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന സ്ഥലത്തൊക്കെ ഈ റാറ്റ് പെരുകാനുള്ള ചാൻസസ് ഉണ്ട്. സോ അഗ്രികൾച്ചറൽ ഏരിയാസ് ആൻഡ് ഗ്രെയിനൊക്കെ സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലം ഉണ്ടാവുമല്ലോ, ലൈഫ് സ്റ്റോക്ക്. അപ്പോൾ അവിടെയൊക്കെ ധാരാളമായിട്ട് റാറ്റുകൾ പെരുകാനുള്ള ചാൻസസും ഉണ്ട്. ഓക്കെ, വാട്ട് ക്യാൻ വി ഡു കൺട്രോൾ വെക്ടേഴ്സ്? അപ്പോൾ ഇങ്ങനെയുള്ള ഈ വെക്ടേഴ്സിനെ നമ്മൾക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം? ഹൗസ് ഫ്ലൈ, റാറ്റ് ഫ്ലീ, മോസ്കിറ്റോ, ബാറ്റ്, ഇതൊക്കെ. അപ്പോൾ നമുക്ക് ഈ മോസ്കിറ്റോസിനെയൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നാണ് അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ് us കൺട്രോൾ mosquitoes. We can prevent many diseases by controlling mosquitoes. It is enough to eliminate mosquito breeding condition only in our home. ഓക്കെ, അപ്പോൾ നമുക്ക് കൊതുകിനെ നിയന്ത്രിച്ചാൽ ഒരുപാട് രോഗങ്ങളിൽ നിന്നും തടയാം, അല്ലേ? നമുക്ക് രോഗം വരുന്നതിന് തടയാം. അപ്പോൾ കൊതുക് വളരുന്ന ഒരു സാഹചര്യം നമ്മളുടെ വീട് പരിസരങ്ങളിൽ മാത്രം ഇല്ലാതാക്കിയാൽ മതിയോ? അല്ല, അല്ലേ? വീട് മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടും വീടിൻ്റെ പരിസരങ്ങളും നമ്മുടെ എല്ലായിടവും നമ്മൾ ക്ലീൻ ആയിട്ട് ഇരിക്കേണ്ടത് അത്യാവശ്യമാണ്, അല്ലേ? അവോയ്ഡിങ് വാട്ടർ ലോഗിങ്, റിമൂവിങ് ഗ്രാസ് ആൻഡ് വീഡ് അറൗണ്ട് റെസിഡൻസ് ആൻഡ് ക്ലീനിങ് ഡ്രെയിൻസ് ആൻഡ് ആർ എ ഫ്യൂ വേസ് ടു പ്രിവെൻറ്റ് മോസ്കിറ്റോസ് ബ്രീഡിങ്. അപ്പോൾ വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കൽ, അല്ലേ? പിന്നെന്താണ്? നമ്മുടെ പാർപ്പിടങ്ങൾക്കൊക്കെ ചുറ്റുമുള്ള പുല്ലും ഒക്കെ നീക്കണം. ക്ലീനിങ് ഡ്രെയിൻസ് ആൻഡ് ഫ്യൂ വേസ് ടു പ്രിവെൻറ്റ് മോസ്കിറ്റോസ്, അല്ലേ? അപ്പോൾ എല്ലാം നല്ല ശുചിയായിട്ട് വെക്കുന്നതാണ് കൊതുകുകൾ പെരുകുന്നത് തടയാനുള്ള മാർഗങ്ങളാണ്, അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയേ, ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ. ഈ ഒരു പിക്ചർ നോക്കാം. എന്തൊക്കെയാണ് വാട്ട് ആർ ദ പ്രിക്കോഷൻ ടു അവോയ്ഡ് ദ മോസ്കിറ്റോ ബൈറ്റ്? കൊതുക് കടിയേൽക്കാതിരിക്കാനുള്ള എന്തൊക്കെ പ്രിക്കോഷൻസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്? എന്തൊക്കെയാണ്? ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കീപ് ദ ഡോർസ് ആൻഡ് വിൻഡോ ക്ലോസ്ഡ് ഇൻ ദ ഈവനിങ്, അല്ലേ? ഈവനിങ് അഥവാ സന്ധ്യാസമയത്ത് ജനലും അതിലൊക്കെ ക്ലോസ് ചെയ്തിടുക. നെക്സ്റ്റ് എന്താണ് നമുക്ക് പറയാൻ പറ്റുക? ഇവിടെ നോക്കിയിട്ട് കൊതുക് വല യൂസ് ചെയ്യുക, അല്ലേ? കിടക്കുന്ന സമയം. യൂസ് മോസ്കിറ്റോ നെറ്റ് ആൻഡ് യൂസ് മോസ്കിറ്റോ ബാറ്റ്, അല്ലേ? ദെൻ ഫോഗിങ്. മോസ്കിറ്റോ കൺട്രോൾ ചെയ്യാൻ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം, അല്ലേ? വിൽ ദ ഹൈജീൻ ഓഫ് അവർ സറൗണ്ട് ബി ഇനഫ് ടു പ്രിവെൻറ്റ് ദ സ്പ്രെഡ് ഓഫ് ഡിസീസ്? രോഗങ്ങൾ പടരാതിരിക്കാൻ പരിസര ശുചിത്വം മാത്രം നമുക്ക് ഉറപ്പാക്കിയാൽ മതിയോ? ലെറ്റ് us see other things to keep in mind. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടി. ഓക്കെ, പരിസര ശുചിത്വം മാത്രം അല്ല, മറ്റ് ചില കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അല്ലേ? അപ്പോൾ അതെന്തൊക്കെയാണ് കുറിച്ചുണ്ട് നോക്കാം. ഡിസീസസ്, തിങ്സ് ടു ബി ഇൻ മൈൻഡ് ടു പ്രിവെൻറ്റ് ദ ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ. അപ്പോൾ ഫുഡ്, വെള്ളത്തിലൂടെയും അല്ലെങ്കിൽ ആഹാരത്തിലൂടെയും പകരുന്ന രോഗങ്ങളെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം? യൂസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ആഫ്റ്റർ വാഷിംഗ്, കീപ് ഫുഡ് ഐറ്റം കവേർഡ്, ഡ്രിങ്ക് ബോയിൽഡ് വാട്ടർ, അല്ലേ? പഴങ്ങളും പച്ചക്കറികളൊക്കെ
നന്നായിട്ട് കഴുകി ഉപയോഗിക്കുക. പിന്നെ ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. ഡിസീസസ് ദറ്റ് സ്പ്രെഡ് ത്രൂ എയർ ആൻഡ് കോൺടാക്റ്റ്, മറ്റുള്ളവരുടെ സമ്പർക്കത്തിലൂടെയും എയറിലൂടെയും വായുവിലൂടെയൊക്കെ പകരുന്ന രോഗങ്ങളെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം? അവോയ്ഡ് കോൺടാക്ട് വിത്ത് സിക്ക് പേഴ്സൺ, അല്ലേ, രോഗിയുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക. ഡോണ്ട് യൂസ് സിക്ക് പേഴ്സൺസ് ഹാൻഡ് കർച്ചീഫ് ക്ലോത്ത്സ് എക്സെട്ര. ഇപ്പോൾ രോഗിയുടെ ഹാൻഡ് കർച്ചീഫോ അല്ലെങ്കിൽ ഡ്രസ്സസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ യൂസ് മാസ്ക് യൂസ് ചെയ്യാം. പിന്നെ മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ, വ്യക്തി ശുചിത്വം പാലിക്കുക. ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ സോയിൽ ആൻഡ് സ്വീവേജ്, മണ്ണിലൂടെയും മലിനജലത്തിലൂടെയൊക്കെ പകരുന്നില്ലേ. അപ്പോൾ അത് ചെരുപ്പ് ഉപയോഗിക്കുക, പുറത്തൊക്കെ പോകുന്ന സമയത്ത് ചെരുപ്പ് ഉപയോഗിക്കുക. ശരീരത്തിൽ എന്തെങ്കിലും മുറിവുകൾ മലിനജലവുമായിട്ട് സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കുക. ഇപ്പോൾ ടു പ്രിവെൻറ്റ് വൗണ്ട്സ്, നമ്മുടെ ശരീരത്തിന് മുറിവുകൾ ഉണ്ടെങ്കിൽ അത് ബോഡി ഗെറ്റിംഗ് ഇൻ കോൺടാക്ട് വിത്ത് സ്വേവേജ്, മലിനജലവുമായി അത് സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കുക. കാരണം അങ്ങനെയാണെങ്കിൽ ആ മലിനജലത്തിലുള്ള ബാക്ടീരിയാസൊക്കെ ആ മുറിവിലൂടെ നമ്മുടെ ശരീരത്തിനുള്ളിൽ പ്രവേശിക്കും. വാഷ് ഹാൻഡ് അല്ലെങ്കിൽ സോപ്പ് ഇഫ് ഇറ്റ് ഗെറ്റ് ഡേർട്ടി. ഇപ്പോൾ മണ്ണും ചെളിയും പുരണ്ടാൽ കൈകാലുകൾ സോപ്പ് ഇട്ടിട്ട് കഴുകണം. അപ്പോൾ നെക്സ്റ്റ് നോക്കാം, കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഇൻ ആനിമൽ ആൻഡ് പ്ലാന്റ്സ്. ഓക്കെ, രോഗങ്ങൾ പകരുന്നത് എങ്ങനെയാണ്, വെക്ടേഴ്സ് ത്രൂ, അതൊക്കെ പഠിച്ചു അല്ലേ. പിന്നെ അസുഖമുള്ള ഒരു വ്യക്തിയിൽ നിന്നൊക്കെ പഠിച്ചു. അപ്പോൾ മനുഷ്യന്മാരിലത്തെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞല്ലേ. അപ്പോൾ ഇനി നമുക്ക് അനിമൽസും പ്ലാന്റ്സിലും ഒക്കെ ഇതുപോലുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഉണ്ടോ, പകർച്ചവ്യാധികളുണ്ടോ, അതിനെക്കുറിച്ചാണ് അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഡു കമ്മ്യൂണിക്കബിൾ ഡിസീസ് അഫക്റ്റ് ഓൺലി ഹ്യൂമൻസ്? സീ ദ ന്യൂസ് പേപ്പർ. അപ്പോൾ ഇവിടെ കുറേ ന്യൂസ് പേപ്പർ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഹ്യൂമണിൽ മാത്രമല്ല അനിമൽസിലും ഉണ്ട് അല്ലേ. നമുക്കിപ്പോൾ അറിയാം പക്ഷിപ്പനി, കോഴികളിലൊക്കെ പക്ഷി ഇങ്ങനെ ബാധിച്ചിട്ട് കൂട്ടത്തോടെ അത് ചത്തൊടുങ്ങും അല്ലേ. അതുപോലെ മറ്റ് ജീവികൾ ഇവിടെ ന്യൂസ് പേപ്പർ കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഡോഗിൻ്റെ അല്ലേ. 4000 ഡോഗ്സ് സസ്പെക്റ്റഡ് ടു ബി അഫക്റ്റഡ് കാനൈൻ ഡിസെപ്റ്റർ. പിന്നെ ആഫ്രിക്കൻ സ്വൈൻ ഫീവർ റിപ്പോർട്ടും കേരള, പത്തനംതിട്ട എന്നൊക്കെ. അപ്പോൾ മനുഷ്യരിൽ മാത്രമല്ല ഇതുപോലുള്ള പകർച്ചവ്യാധിയിൽ അനിമൽസിലും ഉണ്ട്. ഓക്കെ, പിന്നെ പ്ലാന്റ്സിൽ ഹാവ് യു ഒബ്സർവ് ദ പ്ലാന്റ്സ് ദാറ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്? സീ ദ പിക്ചർ. അപ്പോൾ ഇവിടെ കുറച്ച് പിക്ചർ കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ്സിൽ ഇങ്ങനെ ഒരു പ്ലാന്റിൽ എഫക്ട് ചെയ്താൽ എല്ലാ പ്ലാന്റ്സിനും അത് ആ ഒരു ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ ബ്രൗൺ ലീഫ് സ്പോട്ട് ഡിസീസ് ഇൻ റൈസ്. റൈസ് ഒരു രോഗമാണ്. ബ്രൗൺ ലീഫ് സ്പോട്ട്. അതിൻ്റെ ലീഫിൽ ഇങ്ങനെ ബ്രൗൺ സ്പോട്ട് വരും. ഓക്കെ, അത് റൈസ് ചെടിയിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതൊന്നിൽ വന്നാൽ അത് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മറ്റൊന്ന് സേക്ക് ഡിസീസസ് ഇൻ പീ പ്ലാന്റ്സ്. ഓക്കെ, പയറ് ചെടിയുടെ ഇലയിൽ ഇങ്ങനെ ഒരു മൊസൈക്ക് ഡിസീസ് എന്ന് വെച്ചാൽ ഒരു യെല്ലോയിഷ് ഇങ്ങനെ ഡോട്ട് പോലെ കാണാൻ സാധിക്കും. അതും സ്പ്രെഡബിളാണ്. ബഡ് റോട്ട് ഓഫ് കോക്കനട്ട്. അപ്പോൾ കോക്കനട്ടിൻ്റെ തല ചീയുക എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒരു രോഗമാണ്. ദാറ്റ്സ് ക്യാൻ ബി സ്പ്രെഡബിൾ. അപ്പോൾ എൻക്വയർ അബൌട്ട് അതർ ഡിസീസസ് ദാറ്റ് അഫക്ട് പ്ലാന്റ് ആൻഡ് ഓർഗാനിസം, റൈറ്റ് ദം ഇൻ യുവർ സയൻസ് ഡേ. അപ്പോൾ മറ്റുള്ള ഇതുപോലെ സ്പ്രെഡബിൾ ആയിട്ടുള്ള പ്ലാന്റ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഡിസീസസ് ഉണ്ടെങ്കിൽ അത് സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഹൈജീൻ ഹാബിറ്റ്, ശുചിത്വ ശീലങ്ങൾ. ഇറ്റ്സ് പേഴ്സണൽ ഹൈജീൻ ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് എൻവിറോൺമെൻറ്റൽ ഹൈജീൻ ഫോർ എ ഹെൽത്തി ലൈഫ്. ലുക്ക് അറ്റ് സം ഹാബിറ്റ്. അപ്പോൾ ആരോഗ്യകരമായ ഒരു ജീവിതത്തിന് പരിസര ശുചിത്വം പോലെ തന്നെ പ്രധാനമല്ലേ വ്യക്തി ശുചിത്വവും അല്ലേ. അപ്പോൾ ഇവിടെ ചില ശീലങ്ങൾ നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ടുതന്നെ ഇവയിൽ ഏതെല്ലാമാണ് നല്ല ശീലങ്ങൾ. ഓക്കെ, വിച്ച് ഓഫ് ദോസ് ആർ ഗുഡ് ഹാബിറ്റ്, ടിക്ക് ദം. ഏതാണ്? ആദ്യം ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഒരു വൃത്തിഹീനമായ സാഹചര്യത്തിൽ നിന്നൊരു കുട്ടി കഴിക്കാനുള്ള ഭക്ഷണ സാധനം വാങ്ങുന്നുണ്ട്. പിന്നെ ഒരാൾ ചെളിയിൽ കൂടി നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മളുടെ എൻവിറോൺമെൻറ്റും ഹൈജീനാണ് അല്ലേ. അപ്പോൾ താഴെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതെല്ലാം ഗുഡ് ഹാബിറ്റ് എന്ന് ടിക്ക് ചെയ്യാൻ. വാഷ് ഹാൻഡ്സ് ഓൺലി ആഫ്റ്റർ മീൽസ്. ഭക്ഷണത്തിന് ശേഷം മാത്രമേ കഴുകൂ. അങ്ങനെയാണ് അല്ല, ഭക്ഷണത്തിന് മുമ്പും ശേഷവും. അപ്പോൾ ഇത് റോങ് ആണ് അല്ലേ. റൈറ്റ് മാത്രം, ഗുഡ് ഹാബിറ്റ് മാത്രം ടിക്ക് ചെയ്യാം. ബ്രഷ് ടീത്ത് എവ്രി നൈറ്റ് ആഫ്റ്റർ മീൽ. എല്ലാ ദിവസവും ആഹാരത്തിന് ശേഷം പല്ല് തേക്കുക. ആണോ? നോ, ബ്രഷ് മോർണിംഗ് ആൻഡ് ഈവനിങ് അല്ലേ, അറ്റ് നൈറ്റ് ഓൾസോ. കൈകാലുകളിലെ നഖങ്ങൾ വെട്ടാറില്ല. വി ഹാവ് ടു ട്രിം അല്ലേ, എവ്രി വീക്ക് വി ഹാവ് ടു ട്രിം അവർ നൈൽസ്. ദെൻ പുറത്തിറങ്ങി യൂസ് ഫുഡ് വെയർ വെൻ വാക്കിംഗ് ഔട്ട് സൈഡ്. പുറത്തിറങ്ങി നടക്കുമ്പോൾ ചെരുപ്പ് ഇടാറുണ്ട്. ഇറ്റ്സ് എ ഗുഡ് ഹാബിറ്റ്. ഈറ്റ് ഫ്രൂട്ട്സ് ദാറ്റ് ആർ ഗ്നോഡ് ബൈ ബേർഡ്സ്. പക്ഷികൾ കടിച്ചിട്ട ഭക്ഷണങ്ങൾ കഴിക്കാറുണ്ട്. ഇറ്റ്സ് എ ബാഡ് ഹാബിറ്റ് അല്ലേ. പക്ഷികൾ കടിച്ചിട്ട പഴങ്ങളൊന്നും ഭക്ഷിക്കാൻ പാടില്ല. ഡു നോട്ട് കൺസ്യൂം സ്നാക്സ് ആൻഡ് ഡ്രിങ്ക് കെപ്റ്റ് ഓപ്പൺ. തുറന്നു വച്ചു വിൽക്കുന്ന പലഹാരങ്ങളും പാനീയങ്ങളും കഴിക്കാറില്ല. ഗുഡ് ഹാബിറ്റ്. പൊതുസ്ഥലങ്ങളിൽ തുപ്പാറുണ്ട് അല്ലേ. സ്പിറ്റ് ഇൻ പബ്ലിക് പ്ലേസസ്. നോ, ഇറ്റ്സ് എ റോങ്. ബാത്ത് ഡെയിലി. എല്ലാ ദിവസവും കുളിക്കാറുണ്ട്. ഇറ്റ്സ് എ ഗുഡ് ഹാബിറ്റ്.
അപ്പോൾ പ്രിപ്പയർ ആൻഡ് ഡിസ്പ്ലേ പോസ്റ്റർ റിലേറ്റഡ് ടു പേഴ്സണൽ ഹൈജീൻ, എൻവിറോൺമെൻറ്റൽ ഹൈജീൻ. അപ്പോൾ വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം എന്നിവയുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകൾ തയ്യാറാക്കി പ്രദർശിപ്പിക്കാനാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം ഇമ്മ്യൂണിറ്റി. ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ എന്താണ്? രോഗപ്രതിരോധ ശേഷി അല്ലേ. Our bodies naturally have the ability to control and fight pathogens once they enter our body. This is called a natural immunity. This ability varies from a person to a person. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഇപ്പം ഇങ്ങനെ രോഗാണുക്കൾ കയറി ശരീരത്തിൽ നമ്മൾ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാൻ നമ്മുടെ ശരീരത്തിന് തന്നെ സ്വാഭാവികമായിട്ടൊരു കഴിവുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് സ്വാഭാവിക പ്രതിരോധ ശേഷി, നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എല്ലാ പേഴ്സൺസിനും ഇത് ഒരുപോലെയല്ല. ഈ ഇമ്മ്യൂണിറ്റി പവർ എന്ന് പറയുന്നത് എല്ലാ പേഴ്സൺസിനും ഒരുപോലെയല്ല. ഓക്കെ, ഇറ്റ് വേരീസ് ഫ്രം എ പേഴ്സൺ ടു പേഴ്സൺ. അപ്പോൾ the body is unable to develop a natural immunity against some communicable diseases such as polio and hepatitis B. We need to take vaccination to avoid such diseases. അപ്പോൾ ഈ പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി ഇതുപോലെ തുടങ്ങിയ പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായ പ്രതിരോധശേഷി ഉണ്ടാക്കാൻ ശരീരത്തിന് സാധിക്കാറില്ല. ഓക്കെ, എല്ലാ കമ്മ്യൂണിക്കബിൾ ഡിസീസസിനും ഇതുപോലെ നാച്ചുറലായിട്ടുള്ള ഇമ്മ്യൂണിറ്റി ശരീരത്തിന് ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇത്തരം രോഗങ്ങൾ വരുമ്പോൾ നാം പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കണം അതിനെ എതിരെയായിട്ട്. ത്രൂ ദെൻ ഇറ്റ് ഈസ് പോസിബിൾ ടു ഗെയിൻ ഇമ്മ്യൂണിറ്റി. ദിസ് ഇസ് കോൾഡ് അക്വയർ ഇമ്മ്യൂണിറ്റി. ഇറ്റ് ഈസ് ത്രൂ വാക്സിൻ that we have survived many epidemics such as smallpox, plague and polio which have threatened the very existence of the human race. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യകാലങ്ങളിൽ ഭയങ്കര മഹാമാരികളായ പാൻഡമിക്സ് ആയിട്ടുള്ള സ്മോൾ പോക്സ്, പ്ലേഗ്, പോളിയോക്കെതിരെയൊക്കെ വാക്സിൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ സ്മോൾ പോക്സ്, ചിക്കൻ പോക്സ് ഒന്നും അത്ര അപകടകാരികളല്ലാതെ മാറിയത് അല്ലേ. നമുക്കറിയാം, നമ്മൾ കൊറോണ സമയത്ത് നമ്മളെല്ലാം വാക്സിൻസ് എടുത്തവരാണ് അല്ലേ. അപ്പോൾ വാക്സിനിൽ എന്താ വെച്ചാൽ പ്രതിരോധ കുത്തിവയ്പ്പാണ് അല്ലേ വാക്സിൻ എന്ന് പറയുന്നത്. അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ദോസ് ഹു വാണ്ട് ടു ബി വാക്സിനേറ്റഡ് ഷുഡ് കം കൗണ്ടർ 2. ആർക്കൊക്കെ വാക്സിൻ ആവശ്യമുണ്ട് അവർ കൗണ്ടർ 2 വരാനാണ് അല്ലേ. വാട്ട് ഡിസീസസ് ഷുഡ് ബി വാക്സിനേറ്റഡ് അഗെയിൻസ്റ്റ് വിച്ച് ആർ ദ മാൻഡറ്ററി വാക്സിൻ ടു ബി ടേക്കൺ ബൈ ദ ഏജ് ഓഫ് 16. ഏതെല്ലാം രോഗങ്ങളെ പ്രതിരോധിക്കാനാണ് വാക്സിനുകൾ എടുക്കേണ്ടത്, അല്ലെങ്കിൽ 16 വയസ്സിന് ഉള്ളിൽ നിർബന്ധമായും എടുക്കേണ്ട വാക്സിനുകൾ ഏതൊക്കെയാണ്? കുട്ടികളൊക്കെ ജനിച്ച ഉടനെ തന്നെ നമ്മൾ ഇഞ്ചക്ഷനൊക്കെ എടുക്കാറുണ്ടല്ലേ. നമ്മളെ കൈയിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള നമ്മളെ കൈയിൻ്റെ സൈഡിലായിട്ട് ഒരു ഇഞ്ചക്ഷൻ വെച്ചൊരു പാട് കാണാൻ സാധിക്കും അല്ലേ. അതെന്താണ്? നമുക്ക് ആദ്യമായി എടുത്ത BCG വാക്സിൻ്റെ ഒരു മാർക്കാണ് അവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് ഒരുപാട് ഇഞ്ചക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ട് 16 വയസ്സ് വരെ. 5, 10 വയസ്സിലൊക്കെയുള്ള, ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വാക്സിന് നോക്കാം. ഇവിടെ അറ്റ് ദ ടൈം ഓഫ് ബർത്ത് ഏതൊക്കെ വാക്സിൻസ് ആണ് കൊടുക്കുന്നത്? OPV, BCG, ഹെപ്പറ്റൈറ്റിസ് ബി അല്ലേ. 6 വീക്ക് ആകുമ്പോൾ OPV 1, RVV 1, പെൻറ്റാവാലൻ 1, FIPV, PCV 1. 10 വീക്സ് ആകുമ്പോൾ OPV 2, RVV 2, പെൻറ്റാവാലൻ 2. In 14 വീക്സ് ആകുമ്പോൾ OPV 3, RVV 3, പെൻറ്റാവാലൻ 3, FIPV 2, PCV 2. അപ്പോൾ ഇതൊക്കെ ഈ വാക്സിൻസൊക്കെയാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 9 മന്ത്സിലും 16 to 24 മന്തിൽ 5 to 6 year 10 yearsലൊക്കെ കൊടുക്കേണ്ട ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ പ്രതിരോധ കുത്തിവയ്പ്പുകൾ അല്ലേ, അതിനെക്കുറിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് 9 മന്തിലെ MR1, PCV ബൂസ്റ്റർ വിറ്റാമിൻ A, FIPV 3. ദെൻ 16 to 24 മന്ത് ആകുമ്പോൾ MR2, OPV ബൂസ്റ്റർ, DPT ബൂസ്റ്റർ വിറ്റാമിൻ A2, then DPT ബൂസ്റ്റർ 2 5 to 6 year ആകുമ്പോൾ. പിന്നെ 10 year ആകുമ്പോൾ TD1, ഇനി 16 year ആകുമ്പോൾ TD2. ഓക്കെ, ഇങ്ങനെയുള്ള ഇഞ്ചക്ഷന് നമ്മൾ ഒരു കുട്ടി ജനിച്ച മുതൽ 16 വയസ്സ് വരെ ഇത് പ്രതിരോധ കുത്തിവയ്പ്പാണ്. ഓക്കെ, ഓരോ അസുഖത്തിനുമുള്ള കുത്തിവയ്പ്പാണ് ഇതൊക്കെ എടുക്കുന്നത്. ഇതിൻ്റെയൊക്കെ പൂർണ്ണ രൂപം ഇവിടെ കൊടുത്തിട്ടുണ്ട്. TD ടെറ്റനസ് ഡിപ്തീരിയ വാക്സിൻ. ഓക്കെ, proper awareness to be given to the people regarding the mode of transmission of disease and method of prevention. What can we do this? ഓക്കെ, അപ്പോൾ നമ്മൾ ഈ രോഗങ്ങൾ പകരുന്ന വിധവും പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളുമൊക്കെ സംബന്ധിച്ച ആളുകൾക്ക് ശരിയായ അറിവ് നൽകേണ്ടതുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, അപ്പോൾ ഇവിടെ താഴെ ഡ്രാമ, പ്യൂബർട്ടി,
കാർട്ടൂൺ പോസ്റ്റർ, പ്യൂപ്പർട്ടി ചില പാവ നാടകം അല്ലേ, പാവയെ കൊണ്ട് ഇങ്ങനെ കളിപ്പിക്കുന്നതാണ്. പിന്നെ കാർട്ടൂൺ പോസ്റ്റർ ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഡിസീസസ് ക്യാൻ ബി കെപ്റ്റ് അവേ വിത്ത് പ്രോപ്പർ അവയർനെസ് ആൻഡ് പ്രിവെൻഷൻ മെഷേഴ്സ്. ഹെൽത്തി പീപ്പിൾ ആർ ദ വെൽത്ത് ഓഫ് ദ നേഷൻ. അപ്പോൾ ശരിയായ അറിവും പ്രതിരോധ മാർഗങ്ങളും കൊണ്ട് രോഗങ്ങളെ അകറ്റി നിർത്താം അല്ലേ. ആരോഗ്യമുള്ള ജനതയാണ് നാടിൻ്റെ സമ്പത്ത് എന്ന നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ടല്ലേ. ലെറ്റ്സ് ആസസ് എന്ന് പറയുന്ന നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ 5 decisions you have taken to maintain the personal hygiene. I take a shower every day to keep my body clean and fresh. I wash my hand thoroughly with soap and water before eating. I brush my teeth at least twice a day. I clean my hand with soap after going to the toilet. I wear clean clothes every day and wash my clothes regularly. I trim my nails regularly and ensure my hair is clean and well kept. Next, personal and social hygiene are important in preventing communicable diseases. Do you agree with this statement? Please elaborate. Personal and social hygiene important ആണോ അല്ലേ? യെസ് ആണല്ലേ. ഐ അഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. പേഴ്സണൽ ഹൈജീൻ ഹാബിറ്റ് ഹെൽപ്പ് ടു റിമൂവ് ജേംസ് ആൻഡ് പാത്തോജൻസ് ഫ്രം ദ ബോഡി ആൻഡ് പ്രിവെൻറ്റ് ദ സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ. Social hygiene helps to prevent the transmission of disease through the contaminated environment and reduce the risk of outbreak and epidemics. By adopting good personal and social hygiene practice, individual can reduce the risk of spreading communicable disease. So that we can write till this, okay? Okay, next, what are the communicable diseases? Communicable diseases are those which spread from one person to other. What cause communicable disease? We know that the answer is pathogen. What are pathogen? And then pathogen means most communicable diseases are caused by microorganisms like bacteria, viruses and fungi that cannot be seen with naked eyes. They are called pathogen. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായും നിങ്ങളെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.